ശ്രീ ജയരാജ്, താങ്കൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ആവർത്തനം പോകുന്നില്ല, മറിച്ച് ഇവിടെ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ള ഒരു ആക്ഷേപം, ഒന്ന് സംഘപരിവാർ അവിടെ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രചാരണങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവിനെ അവകാശവാദവുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസംഗം എന്നത് അത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസ്താവനയാണ് പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതാണ് ബിജെപിയുടെ പ്രതികരണം. അതിന് എന്താണ് മറുപടി? ഒന്നാമത്തെ കാര്യം, വോട്ട് ബാങ്ക് തിരികെ പിടിക്കുക എന്ന് പറയുന്നതിനകത്ത് ശ്രീനാരായണീയരെല്ലാവരും വോട്ട് ബാങ്കായിട്ട് നിൽക്കുന്നതെന്ന് ആരാണ് പറഞ്ഞത് അഭിലാഷിനോട്? അത് തെറ്റായൊരു സമീപനമാണ്. ശ്രീനാരായണർക്ക് പല പല രാഷ്ട്രീയ വിശ്വാസമുള്ള ആളുകളുണ്ട്. അതൊരു വോട്ട് ബാങ്കായിട്ട് ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഒന്നുമല്ല. അതവിടെ നിൽക്കട്ടെ, അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണഗതികളുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ സ്വാമി വിവേകാനന്ദനെ എങ്ങനെയാണ് സംഘപരിവാർ ഹൈജാക്ക് ചെയ്തത്? നിരീശ്വരവാദി അന്ധവിശ്വാസികളായ വങ്കന്മാരാവുന്നതിനേക്കാൾ നല്ലത് കൊടിയ നിരീശ്വരവാദിയായി മാറുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനെയാണ് വളരെ ക്ലീനായിട്ട് സംഘപരിവാർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയത്. അവരുടെ എല്ലാ പരിപാടികളും വിവേകാനന്ദ ജയന്തി അടക്കമുള്ള പരിപാടികൾ നടത്തുന്നത്. അത്തരത്തിലുള്ള ഇൻട്രൂഷൻ പൊളിറ്റിക്സ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ആംഗിളുണ്ട്. ഇനി സനാതനധർമ്മം പറയുന്ന സംഘപരിവാർ പറയുന്ന സനാതനധർമ്മവും യഥാർത്ഥത്തിൽ സനാതനധർമ്മത്തിന്റെ അർത്ഥവും, സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ കോൺസെപ്റ്റാണ്. അതിനൊരു ആദ്യവുമില്ല അന്തവുമില്ല. ഹിന്ദുയിസത്തിനൊരു പിതാവുമില്ല. ഈ പറയുന്ന കണക്കോലെ ഹിന്ദു മതത്തിന് ഒരു പിതാവില്ലാത്തത് കാരണം അതിന് ആദ്യവുമില്ല അന്തവുമില്ല. അതിങ്ങനെ ചേഞ്ചസ് അനുസരിച്ച് ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആളുകളെ ആരാധിക്കാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള വളരെ വിശാല അടിസ്ഥാനത്തിലുള്ള ഒരു പേഗൻ റിലീജിയൻ ആണ്. ഇതര ജാതി മതവിഭാഗങ്ങൾക്ക് പലപ്പോഴും അവർക്ക് ആധികാരികമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ട്, ആ ഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്ന ജീവിത രീതികളുണ്ട്. പക്ഷേ ഹൈന്ദവ വിഭാഗത്തിന് അങ്ങനെയൊന്നില്ല. അങ്ങനെയൊന്നില്ലാത്ത സാഹചര്യത്തിൽ സാമൂഹികമായ പല പരിഷ്കരണങ്ങളിലൂടെ ഈ വിഭാഗം കടന്നു വരികയും ചെയ്തിട്ടുള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ പോലൊരാൾ വീണ്ടും ഈ സനാതന വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നതാണ് സംശയമായി തോന്നുന്നത്. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ പറയൂ. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മത നമുക്ക് വേണം. നമ്മളിപ്പം പറയാറുണ്ട് ഇസ്ലാം പരിശുദ്ധമാണ്, പക്ഷെ ഇസ്ലാമിസം തെറ്റാണ്. അതേപോലെ ബ്രാഹ്മണ്യം പരിശുദ്ധമാണ്, പക്ഷെ ഈ ബ്രാഹ്മണിക്കൽ വാദം, ഗോഡ്സെ ഒക്കെ ഈ ബ്രാഹ്മണിക്കൽ വാദിയാണ്, ആ ബ്രാഹ്മണിക്കൽ വാദം തെറ്റാണ് എന്ന്. അപ്പോ ആ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സനാതന ധർമ്മം എന്ന് പറയുന്നത് പവിത്രമായ ഒരു വാക്കാണ്. സനാതനം എന്ന് പറഞ്ഞാൽ എറ്റേണൽ, കാലത്തിന് അതീതമായി നിൽക്കുന്നത്. ധർമ്മം എന്ന വാക്കും വളരെ ആഴമേറിയ ഒരു വാക്കാണ്. ഇംഗ്ലീഷിൽ തത്തുല്യമായ ഒരു ട്രാൻസ്ലേഷൻ പോലും ഇല്ല. അപ്പൊ ഈ സനാതന ധർമ്മത്തെ മോശമായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. ജാതീയത തെറ്റാന്ന് പറയൂ, നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് കൈയടിക്കും. എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസോ ബിജെപിയോ സിപിഎമ്മോ ആപ്പോ ഏതെങ്കിലും പാർട്ടി അതിനെ എതിർക്കുമെന്ന്. ജാതീയത തെറ്റായിരുന്നു, സമുദായം, പക്ഷെ ജാതീയത തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം എഗ്രി ചെയ്യും. ഇനി ഒരു വരി കൂടെ പറഞ്ഞ ഒറ്റ വരി എടുക്കും. അവിടെയാണ് ശ്രീ വി ഡി സതീശന്റെ നിലപാട് പ്രസക്തമാകുന്നത്. അത് രാഹുൽ പറഞ്ഞതിനോട് എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. രാഹുൽ, എന്റെ അവസരമാണ്, താങ്കൾ സംസാരിച്ചല്ലേ. ശ്രീ രാഹുൽ വളരെ സമയമായി അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. ചില ടെക്നിക്കൽ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിലേക്ക് പോകേണ്ടതുമായിരുന്നു. ക്ഷമിക്കുക. പറയൂ. ഈ രാഹുൽ പറഞ്ഞത് ഈ പറഞ്ഞ കണക്കൊല്ല സനാതന ധർമ്മവും അതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഹിന്ദുത്വം രണ്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നിലപാടുള്ള ആളുകൾ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ആയിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറയുന്നത് എറ്റേണൽ ആണ്, അല്ലെങ്കിൽ ട്രാൻസെൻഡിങ് ട്രഡീഷൻ ആണ്, അല്ലെ ഫിലോസഫിക്കൽ റൂട്ട്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് ആലങ്കാരികമായിട്ട് പറഞ്ഞാലും അതിനെ ഹൈജാക്ക് വേണ്ടി കെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഹിന്ദുത്വവാദികളുടെ തൊഴുത്തിലാണ്. അതുകൊണ്ടാണ് സനാതനം എന്നുള്ള പദത്തിന് ഇപ്പോഴത്തെ അവർ കൊടുക്കുന്ന വിവക്ഷ. മതം പൂർണ്ണമായി അതിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അതൊരു മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമേ അല്ല. സിഖിസത്തിനെ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്? സിഖിസം ഇതുമാതിരി സെയിം തന്നെ ആയിട്ടുള്ള ഒരു റിലിജ്യൻ തന്നെയാണല്ലോ. അവിടെ സനാതനികൾ എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനമൊന്നും അല്ല ഇത്. അതിനകത്ത് തന്നെ വ്യത്യസ്ത ചിന്താധാരകളുണ്ട്, അതിന് ഫിലോസഫിക്കൽ റൂട്ട്സ് വേറെ ഉണ്ട്. അപ്പൊ അത്തരം വാദങ്ങളൊക്കെ നമുക്ക് തർക്കിക്കണമെങ്കിൽ വേറെ ഒരുപാടുണ്ട്. ഇപ്പൊ ഇവിടുത്തെ പ്രത്യക്ഷ സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള
ആര്യസമാജമൊക്കെ പറഞ്ഞാണ് കൊല്ല, അതിന്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്ട് ആണ് കൃത്യമായിട്ട് പിണറായി വിജയൻ അവിടെ പറഞ്ഞത്. ഇതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചാണ്, അല്ലാതെ അതിന്റെ മതാനുഷ്ഠാനങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. പിന്നെ ശ്രീനാരായണ ഗുരു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉൽപ്പതിഷ്ണുമായ, ഏറ്റവും റവല്യൂഷണറി ആയിട്ടുള്ള, ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം ചെയ്ത കുറെ പ്രതിഷ്ഠകളുടെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും നടത്തിയ പ്രതിഷ്ഠകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമേ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും അബദ്ധജടിലമായ വിശ്വാസങ്ങളിലും മുങ്ങി മയങ്ങിയ ഒരു ജനതയെ എങ്ങനെയാണ് ഒരു പ്രതിഷ്ഠ നടത്തി, അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി, ഒരു കല്ലെടുത്ത് വെച്ചിട്ട് പ്രതിഷ്ഠിച്ചപ്പോൾ ഇത് ബ്രാഹ്മണന് മാത്രമേ സാധ്യമുള്ളൂ, നിങ്ങൾ എന്തിനാണ് പ്രതിഷ്ഠ നടത്തിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ കണ്ടു. അന്നേരം ആ ആളുകൾ അതിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രതിഷ്ഠ എന്നുള്ള ഒരു സാധനത്തിനെ അട്ടിമറിക്കുകയും അതിനുശേഷം കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആരാധന ക്രമങ്ങൾ മാറ്റം വരുത്തേണ്ട സമയമായെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് കണ്ണാടി എടുത്തു വെച്ചോട്ട് നീ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ വിപ്ലവാത്മകമായിട്ട്, ഇത്രയും വിപ്ലവാത്മകമായിട്ട് ഏത് റവല്യൂഷണറി അല്ലെങ്കിൽ ഏത് സന്യാസി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റിബൽ സന്യാസി തന്നെയായിരുന്നു. വളരെ റിബല്യസ്നെസ് ഉള്ള, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് സാധാരണ ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി ഇത്രയും മനോഹരമായ രീതിയിൽ സംസാരിക്കുന്ന, വലിയ വേദങ്ങളൊന്നും ഉരുവിടാതെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കേരള സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ചുക്കാൻ പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ ഹിന്ദുത്വത്തിന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ആരെ അനുവദിക്കില്ല, കേരളത്തിലെ ജനത അനുവദിക്കത്തില്ല. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് കേരളത്തിലെ നവോത്ഥാന നായകനാണ്. ശ്രീനാരായണ ഗുരുവിനെ ഏതെങ്കിലും ഒരു തൊഴുത്തിൽ കെട്ടണ്ട എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ഈ പ്രസംഗത്തിലുടനീളം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചായിരുന്നില്ല അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. സനാതനധർമ്മം ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരം ചർച്ചകൾ ഉയർന്നു വരാറുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന്റെ ആത്മീയ വശമല്ല പറഞ്ഞത്. താങ്കൾ ആ പ്രസംഗത്തിൽ കേട്ട് കാണും, വളരെ കൃത്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വരുമ്പോഴാണ് അവിടെ പിണറായി വിജയനും ഉദ്ദേശിക്കുന്നത് ചില രാഷ്ട്രീയമാണോ എന്ന്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഒരു സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു ഐക്യം ഹൈന്ദവ വിഭാഗത്തിനുണ്ടായി. താങ്കൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ശ്രീനാരായണീയ വിഭാഗം ഇടതുപക്ഷമാണ് എന്ന് പറയാൻ സാധിക്കുക എന്ന്. എനിക്ക് അതിനെ ടെക്നിക്കലി താങ്കളെ സാധൂകരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്നത് രഹസ്യ ബാലറ്റാണ്. അതുകൊണ്ട് ഞാനും താങ്കളുമൊക്കെ ആർക്ക് വോട്ട് ചെയ്തു എന്നൊന്നും സാങ്കേതികമായി പറയാൻ പറ്റില്ല. പക്ഷേ താങ്കൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഓരോ ജാതി മത വിഭാഗവും ഓരോ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പുകളിൽ ആരെ പിന്തുണയ്ക്കുന്നു, വോട്ട് ചോർച്ച എവിടെ സംഭവിക്കുന്നു, അത് ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് സംഭവിക്കുന്നു എന്നൊക്കെ വളരെ കൃത്യമായി അറിയാം. അത് പരസ്യമായി പറയുന്നവരുമുണ്ട്, പറയാത്തവരുമുണ്ട്. എനിവേ അത് നമുക്ക് വിടാം. പക്ഷേ അവിടെയാണ് വിഷ്ണു പറയുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ അവരുടെ ആക്ഷേപം എന്നത് പ്രസക്തമാകുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോട് മാറി നിൽക്കുന്നു എന്ന് തോന്നലുണ്ടാകുന്നു. അതിന് കാരണം ഈ സനാതന വിഷയങ്ങളെ അടക്കം BJP അതിൻ്റെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കളായി മാറുമ്പോൾ അതിലേക്ക് കൂടുതൽ വിഭാഗങ്ങൾ ഹൈന്ദവർ എടുത്തു പോയാൽ അത് ദോഷം ചെയ്യാം ഇടതുപക്ഷത്തിന്. ആ ഒരു തിരിച്ചറിവാണോ എന്ന് സ്വാഭാവികമായും ഒരു സാമാന്യ യുക്തിയിൽ തോന്നിപ്പോകാം. ഇതിനകത്ത് നമുക്ക് രണ്ട് സ്റ്റാൻഡുകൾ എടുക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ യാഥാസ്ഥികരുടെ സ്ഥാനത്ത് നമുക്ക് നിൽക്കാം. ഇവിടെ വൈക്കം സത്യാഗ്രഹം വേണ്ടായിരുന്നു, ഗുരുവായൂർ സത്യാഗ്രഹം വേണ്ടായിരുന്നു, ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം വേണ്ടായിരുന്നു, ഇവിടെ പന്തിഭോജനം വേണ്ടായിരുന്നു, ഇവിടെ ജാതി വ്യവസ്ഥ അതേപടി തുടർന്നാൽ മതിയെന്ന് അവകാശപ്പെടുന്നവരാണ് സംഘപരിവാറിന്റെ ശക്തികൾ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ നയിക്കുന്നത് മനുവാദമാണ്, ചാതുർവർണ്ണ്യമാണ്. അത് അടിവരയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അല്ലെന്ന് ഇരിക്കുന്ന വിഷ്ണുവിന് പോലും നിഷേധിക്കാനാവില്ല അവർ പറയുന്ന ഓരോ കാര്യങ്ങളും. അതുകൊണ്ടാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള അതെടുത്ത് കോട്ട് ചെയ്ത് പ്രത്യേകം പറഞ്ഞു. അതിന് മുമ്പ് എന്താണ് പറയുന്നത്, അതിന് മുമ്പിലത്തെ വരി എന്താണ്, പിമ്പിലത്തെ വരി എന്താണെന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞത് അത് ആരെ ഉന്നം വെച്ചാണെന്ന് വളരെ കൃത്യമാണ്. അത് BJP ഉന്നം വെച്ച് തന്നെയാണ്. BJP ശ്രീനാരായണ ഗുരുവിനെ ഹൈജാക്ക് ചെയ്യുന്ന, സ്വാമി വിവേകാനന്ദനെ ഹൈജാക്ക് ചെയ്തതുപോലെ ഉള്ള ശ്രമങ്ങൾക്ക് തടയിടാൻ വേണ്ടി തന്നെയാണ്. അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ വീക്ഷണമാണ്, അതിനകത്ത് ആത്മീയ വീക്ഷണം അല്ല മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ നടത്തിയിരിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. ആൻഡ് ദ മെസ്സേജ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. അത് കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ടുന്ന രീതിയിൽ കൊണ്ടു എന്ന് തന്നെയാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല, ഒറ്റ സ്റ്റാൻഡേർഡേ ഉള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉൽപ്പതിഷ്ണുവായ, ഇത്രയും പുരോഗമനാത്മകമായി ചിന്തിക്കുന്ന, ഇത്രയും റിബല്യസ് ആയിട്ടുള്ള ഒരു സന്യാസി വര്യനെ കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണത്തിന്, കേരളത്തിന് ഇന്നത്തെ അവസ്ഥയ്ക്ക് ഉഴുതു മറിച്ച് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കം വളക്കൂറുണ്ടാക്കിയ മണ്ണാക്കി മാറ്റിയ ശ്രീനാരായണ ഗുരുവിനെ
അങ്ങനെ അങ്ങ് ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോകാൻ ആരും ശ്രമിക്കേണ്ട എന്ന് തന്നെയുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജാണ് മുഖ്യമന്ത്രി. അല്ലാതെ അതിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒന്നുമില്ല. അത് വളരെ അളന്ന് കൂട്ടി കൃത്യമായിട്ട് പറഞ്ഞത് തന്നെയാണ്. ശ്രീ